IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്പെസിഫിക്കലി ഇനി എന്തിനായിരിക്കും ഏറ്റവും വലിയൊരു സാധ്യത ദുബായിൽ കാണുന്നത്? ദുബായിയെ സംബന്ധിച്ചിടത്തോളം IT എല്ലാ മേഖലയിലും സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ERP CRM സോഫ്റ്റ്വെയർ ആയിട്ട് ആളുകൾ വരുന്നു. ഫാർമസി ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അതിനു വേണ്ടി മാത്രമുള്ള ഒരു ERP സെറ്റ് ചെയ്താൽ അതൊരു ബ്രാൻഡാക്കി ആ സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെ സെല് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ ദുബായിലൊക്കെ ഇപ്പോൾ ഗവൺമെന്റിന് തന്നെ പോലീസ് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സൈബർ ഫോറൻസിക്കിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഡിഫാമേഷൻ കേസസ്, ഇത് കൂടാതെ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ ഡാറ്റാബേസുകൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇവിടുത്തെ ഡാറ്റ ചോർത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് ഒരു കേസ് കൊടുക്കാൻ ഒരു ലോയറെ സമീപിക്കും. ഈ ലോയർ പറയാ സൈബർ ഫോറൻസിക് ഓഡിറ്റിംഗ് കമ്പനിയുടെ ഒരു റിപ്പോർട്ട് കൊണ്ടുവരണം. അപ്പൊ അതിന് സാധ്യത, ഭയങ്കര സാധ്യതയാണ്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ തിരക്കുകൾ കാരണം കൊണ്ട് ഇവരുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടാൻ നേരം വൈകുകയാണ്. അത്രമാത്രം കേസുകൾ ഇതൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഈ ഒരു മേഖലയിൽ ഭയങ്കര സാധ്യതകളായിട്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ചാർജും അവർ ചെയ്യുന്നുണ്ട്. വലിയൊരു സൈബർ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ. അപ്പൊ ആ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ പോയാലാണ് ദുബായ് പോലീസിൽ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിന് പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ സൈബർ കമ്പനി ഉണ്ടാക്കിയ പോലീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായി സാധിക്കും. അതുപോലെ തന്നെ ഇത് ആളുകൾക്ക് ഇൻസ്പെക്ഷൻ നടത്തിക്കാനായിട്ട് സാധിക്കും. കോർട്ടിലായാലും ഇത് പ്രസന്റ് ചെയ്യുക, ഇവരുടെ റിപ്പോർട്ടാണ് കോടതി